we are going to discuss about another form of thinking skills, that is creative thinking skills. So from the name itself, what can you understand? Creative thinking skills. So there is a need of creativity, isn't it? So creative thinking skill is the ability to generate original ideas which are different from others. മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഈസ് നോവൽ. നോവൽ ഇൻ ദ സെൻസ് എ ന്യൂ വേ ഓഫ് സീക്കിംഗ് ഓർ ഡൂയിങ് തിങ്സ്. ഒരു പുതിയ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുകയും അതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിന് വേണ്ട ഇപ്പോൾ ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു സൊല്യൂഷൻ നമ്മൾ ഒരു ന്യൂ വേയിൽ, നോവൽ വേയിൽ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഹാസ് നോ ബൗണ്ടറീസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. വി ആർ ആക്ച്വലി തിങ്കിങ് ഫ്രം ദ നോട്ട് from the box or in the box. We are just covering the boundaries and we are moving out of the box. This process in which a individual generates an original idea, but it should be unusual and productive solution to a problem. And these type of thinking can not only be used in discovering but can also be used in solving our day-to-day problems. And according to Young, he has given a good definition. It was in 1985. That is, creative thinking skill is an ability to bring out something new that can break away from old patterns. That is, there will be, നമ്മൾ പഴയ ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ആദ്യമേ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് രീതികളുണ്ടാവും. സോ വി ആർ മൂവിങ് or we are not going to follow that. നമ്മൾ എന്താ ചെയ്യുന്നത്? We are finding a new way to solve the problems. So we are finding a new pattern. We are breaking the old pattern and finding a new pattern in order to do a thing or solve a problem. സോ ഈ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന് തന്നെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജസ് പ്രിപ്പറേഷൻ. എന്താ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് റെഡി ഫോർ സംതിങ്, ഇസൻറ്റ് ഇറ്റ്? സോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമ്മളൊരു പ്രോബ്ലം കണ്ടെത്തുക. വി ആർ ഫോർമുലേറ്റിംഗ് എ പ്രോബ്ലം. ആൻഡ് ഒരു പ്രോബ്ലം കണ്ടെത്തിയ പിന്നെ നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? വി ആർ കളക്ടിങ് ഇൻഫോർമേഷൻസ്, വി ആർ കളക്ടിങ് ഫാക്ട്സ് ആൻഡ് മെറ്റീരിയൽസ് ദാറ്റ് ഈസ് നെസസറി ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ആൻഡ് ഈവൻ നമുക്കിത് നമ്മളൊരു പ്രോബ്ലം നമുക്ക് മുന്നിൽ വന്നു, പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് ഇതിന് സോൾവ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. വി വിൽ ബി ടേക്കിംഗ് ഡേയ്സ്, വീക്സ് ഓർ മന്ത്സ്. സംടൈംസ് വി വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ, അതർവൈസ് വി വിൽ ഫെയിൽ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഇനി എന്താണ് നമ്മൾ ഈ ഒരു തിങ്കർ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഫെയിലായിപ്പോയി. ദെൻ വാട്ട് ഹി ഡു? ഹി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഇൻക്യുബേഷൻ. ഇൻക്യുബേഷൻ എന്നുള്ള സ്റ്റേജിലോട്ട് വരും. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ ദ ഓവേർട്ട് ആക്ടിവിറ്റി, നമ്മുടെ ഒരു ഓവേർട്ട് ബിഹേവിയർ, നമ്മൾ ഓവേർട്ട് ആക്ടിവിറ്റി എന്തായിരിക്കും നോക്കിയാൽ അവിടെ നമ്മളിങ്ങനെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നിൽക്കുന്നതായിട്ട് തോന്നിയില്ല. അതെന്താണ്? ഹിഡൻ ആണ്. വി വിൽ ബി എൻഗേജിങ് ഇൻ, ദ തിങ്കർ വിൽ ബി എൻഗേജിങ് ഇൻ സം അതർ ആക്ടിവിറ്റീസ്. ഹി വിൽ ബി ബിസി ഇൻ ഡൂയിങ് അനദർ ആക്ടിവിറ്റീസ്. ഒരുപാട് വേറെ ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോവുമായിരിക്കും. ബട്ട് വാട്ട് അബൌട്ട് ഹിസ് അൺകോൺഷ്യസ് തോട്ട്? അയാളുടെ ഇന്നർ തോട്ട്, അൺകോൺഷ്യസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പ്രോസസ്സിങ് ദ സൊല്യൂഷൻ. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കാര്യം മറന്നിട്ടുണ്ടാവില്ല. ഈ ഒരു പ്രോബ്ലം അയാളുടെ ഇന്നർ തോട്ടിലുണ്ട്. കാരണം എന്താ? ഈസ് വെരി മച്ച് കണ്ടംപ്ലേറ്റഡ് ടു ഇറ്റ്. അത്രയ്ക്ക് ഇഷ്ടവും അത്രയും ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്. സോ ഹിസ് ഇന്നർ മൈൻഡ് ഓർ അൺകോൺഷ്യസ് മൈൻഡ് വിൽ ബി പ്രോസസ്സിങ് ദ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം. അപ്പം പുറത്ത് എന്തായിരിക്കും? ആൾ ഭയങ്കരമായിട്ട് ബിസി ഷെഡ്യൂളായിരിക്കും, കളിക്കുക, വായിക്കുക, വേറെ എന്തെങ്കിലും ജോബുമായിട്ട് മുന്നോട്ട് പോവുക. പക്ഷെ ഉള്ളിലെന്താണ്? ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് കം ദ തേർഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഇലൂമിനേഷൻ. ഇലൂമിനേഷനിൽ എന്താണ്? ആ ഒരു ഇന്നർ തോട്ട്, ആ ഒരു അൺകോൺഷ്യസ് തോട്ട് എന്ത് ചെയ്യാണ്? സഡൻലി ഗെറ്റ് എ ഐഡിയ, ഒരു ക്രിയേറ്റീവ് ഐഡിയ, ഒരു നോവൽ ഐഡിയ എന്ത് ചെയ്യാണ്? കിട്ടുകയാണ്. So it will be very clear, it will be a clear creative idea that happens in a sudden flash. പെട്ടെന്ന് ഉണ്ടാവുകയാണ്. നമ്മൾ പറയില്ലേ സോക്രട്ടീസ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആഹാ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഇലൂമിനേഷൻ സ്റ്റേജിൽ
കിട്ടുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇഫ് വി ഗെറ്റ് ദിസ് എക്സ്പീരിയൻസ്, നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയാൽ എന്താണ്, അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണോ? നോ. ദെൻ വി വിൽ ഗോ ടു അവർ ഫോർത്ത് സ്റ്റേജ്, ദാറ്റ് ഈസ് വെരിഫിക്കേഷൻ. നമുക്ക് എന്തും വെരിഫൈ ചെയ്യണം അല്ലേ, ഉറപ്പ് വരുത്തണം. സോ ദിസ് ഈസ് അവർ ഫോർത്ത് സ്റ്റേജ്, ദാറ്റ് ഈസ് വെരിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇവാലുവേറ്റിംഗ്. ഇവാലുവേഷനാണ് നടക്കുന്നത്. എന്തിൻ്റെ ഇവാലുവേഷനാണ്? വെദർ ദ സൊല്യൂഷൻ ദാറ്റ് വി ഗോട്ട് ഈസ് അപ്രോപ്രിയേറ്റ് ടു സോൾവ് ദ പ്രോബ്ലം ഓർ നോട്ട്. നമുക്ക് കിട്ടിയത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണോ, അതിന് നമ്മുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ കഴിയുമോ, ഈസ് ഇറ്റ് ഇൻ എ ക്രിയേറ്റീവ് പ്രോസസ്സ് ആണോ, അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് ആണോ, നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വെരിഫിക്കേഷൻ പറയുന്നത്. ഇനി ഈ ഒരു സൊല്യൂഷന് കിട്ടിയ പ്രോബ്ലത്തിന് കിട്ടിയ സൊല്യൂഷൻ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ എന്താണ്, നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി? എന്ത് സംഭവിക്കും? അപ്പോൾ ഈ തിങ്കർ എന്ത് ചെയ്യണം? ഹി വിൽ മൂവ് ടു ഹിസ് ബിഗിനിങ് സ്റ്റേജ്. ബിഗിനിങ് തൊട്ട് തന്നെ തുടങ്ങണം. ഹി വിൽ അഗെയിൻ പ്രിപ്പറേഷനിൽ പോയിട്ട് ഹി വിൽ ഗെയിൻ ഇൻഫോർമേഷൻസ്, കളക്ട് ഇൻഫോർമേഷൻ ഡാറ്റാസ്, ദാറ്റ് ഈസ് ഗെറ്റിംഗ് എ സപ്പോർട്ടീവ് സൊല്യൂഷൻ. അപ്പോൾ വീണ്ടും ഇതേപോലെ പ്രിപ്പറേഷനിൽ പോയി, പിന്നെ ഇൻക്യുബേഷനിൽ പോയി, ഇലൂമിനേഷനിലെത്തി, ലാസ്റ്റ് വീണ്ടും വെരിഫിക്കേഷനിൽ വരും. So I hope this is clear to you. Creative thinking means, creative thinking skill എന്ന് പറഞ്ഞാൽ we are finding something new that is different from others. സോ ഇതിന് ഇനി എന്തൊക്കെയാണ് വേണ്ടത്, ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, കളക്റ്റിംഗ്. എന്താണ് കളക്ട് ചെയ്യുന്നത്? വി ആർ കളക്ടിങ് ഐഡിയാസ്, വി ആർ കളക്ടിങ് ഇൻഫോർമേഷൻ, ആൻഡ് ദിസ് ഇസ് ദ സ്റ്റാർട്ടിങ് ഓഫ് അവർ ക്രിയേറ്റീവ് തിങ്കിങ്. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫയിങ് ഓർ ഓർഗനൈസിങ്. നമ്മൾ എന്താണ്, ഈ കിട്ടിയ ഐഡിയാസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യാണ്, വെദർ റെലവൻറ്റ് ഓർ ഇറെലവൻറ്റ്, അഡിക്വേറ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അതിനൊരു ഓർഗനൈസിങ് കൊണ്ടുവരികയാണ്. നെക്സ്റ്റ് വൺ ഇസ് മാനിപ്പുലേറ്റിംഗ്. മാനിപ്പുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ച ഐഡിയാസിനെ എന്ത് ചെയ്യാണ്, നമ്മളതിന് മീനിങ് കൊടുത്ത്, മീനിങ് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ വരുത്തിയിട്ട്, ട്രഡീഷണൽ ആയിട്ട് ഉള്ളതിൽ നിന്നും ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ന്യൂ വൺ കൊണ്ടുവരികയാണ്. നെക്സ്റ്റ് വൺ ഇസ് പ്രസൻറ്റിങ്. പ്രസൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നടന്നു അല്ലേ, കളക്ഷനും ക്ലാസിഫിക്കേഷനും മാനിപ്പുലേഷനും എല്ലാം കഴിഞ്ഞു. വി നീഡ് ടു പ്രസൻറ്റ് ദിസ്. നമുക്കിതൊന്ന് പ്രസൻറ്റ് ചെയ്യണം. വി നീഡ് ടു പ്രസൻറ്റ് ദ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം. ഇത് ലാസ്റ്റ് സ്റ്റേജാണ് എന്ത്, പ്രസൻറ്റിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് പ്രസൻറ്റിങ് നല്ലതല്ലെങ്കിൽ എന്ത് ചെയ്യും, ടോട്ടൽ ഫെയിലിയർ ആവും. സോ പ്രസൻറ്റിങ് എന്താണ്, എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ക്രിയേറ്റീവ് സ്കില്ലിൽ നമുക്ക് വേണമെങ്കിൽ